ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ എഡിറ്റിംഗാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കുറച്ച് പേരുടെ ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്യുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, അങ്ങനെ ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ ഫ്രെയിമിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ട് പറയും ഈ ഒരു ഫ്രെയിമിന് ഏത് പ്രിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ആ ഫ്രെയിമിന് ഏത് പ്രിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്, പോളറോയിഡിന് ഏത് പ്രിൻ്റാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യലുള്ളത് ഇപ്പോൾ ഫ്രെയിം ആയാലും സേവ് ആയാലും പോളറോയിഡ് ആയാലും ഒക്കെ ഞാൻ ലേസർ പ്രിൻ്റാണ് ചെയ്യാറുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ ക്വാളിറ്റി പേപ്പറിലും ആർട്ട് പേപ്പർ എന്ന പേപ്പറിലുമാണ് ഞാൻ പ്രിൻ്റ് ചെയ്യാറുള്ളത്. പിന്നെ ഷോപ്പിൽ ചിലപ്പോൾ അങ്ങനെ പേപ്പർ വ്യത്യാസം വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ മാറുള്ളൂ. പക്ഷേ ഇതുവരെയായിട്ട് എനിക്കങ്ങനെ മാറിയിട്ടില്ല. ഫോട്ടോ ക്വാളിറ്റി പേപ്പർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആർട്ട് പേപ്പർ, ഇതിലാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഓരോ ഫ്രെയിമിനും ഓരോ പ്രിൻറ്റിങ് അല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. വേറെ ക്രിയേറ്റീവ്സിൻ്റെ എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ചാനലിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വേറെ ഉള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് അവർ അങ്ങനെയാണല്ലോ ചെയ്യൽ, ഇങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ ചിലപ്പോൾ കമൻറ്റിൽ 1-2 കമൻറ്റൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഈസി ആണെങ്കിൽ അത് ചെയ്തോളൂ, നിങ്ങൾക്ക് അറിയുന്നത് ആണെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം. ഏതായാലും നിങ്ങളോട് ഞാൻ നിർബന്ധമായിട്ട് ഇതന്നെ ചെയ്യണമെന്ന് പറയുന്നില്ല. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് ഫോളോ ചെയ്യണു, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് എഡിറ്റിങ്ങിലോട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ ക്യാൻവ ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഫ്രണ്ട് പേജ്, അതായത് ഹോം പേജിൽ നമുക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റോറി, ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല സൈസിലുള്ളത് കാണും. അതിൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഞാൻ ചെയ്യുന്ന ആ ഒരു മോഡൽ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പോവുക. ഇൻസ്റ്റഗ്രാം സ്റ്റോറി അത് വെറും സ്റ്റോറിയാണ് അറിയില്ല. ആ സ്റ്റോറി കാണുമ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക. എന്നിട്ട് ഈ ഒരു പിക്കാണ് നമുക്ക് വേണ്ടത്, ഈ ഒരു മോഡൽ. ഓക്കെ, അത് എടുക്കുക കേട്ടോ. അത് ലോഡാവാണ്. ഇനി നമുക്കതിൻ്റെ ആദ്യം മിഡിലുള്ള ഈ ഒരു ഭാഗം നമുക്കൊന്ന് ഡിലീറ്റ് ആക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മുകളിലത്തതും നമുക്ക് ഡിലീറ്റ് ആക്കാം. മുകളിലത്തതോ അല്ലെങ്കിൽ താഴത്തേതോ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ആക്കാം. ഈ ഒരെണ്ണം മാത്രം നമുക്ക് മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഫുള്ളായിട്ട് ഈ ബ്ലാക്ക് കാണുന്നില്ല, ആ മൊത്തത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യാം. ഗാലറി പോവാം. നമുക്ക് ഏത് ഫോട്ടോ ആണ് ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വലുതാക്കി കൊടുക്കാം. ഓക്കെ, അതിൻ്റെ 4 ഭാഗവും ജസ്റ്റ് ഇതുപോലെ വലിച്ചു കൊടുത്താൽ അത് ഫുള്ളായിട്ട് അവിടെ സെറ്റാവും. ഇനി സെൻറ്ററിലുള്ള അതിലും ക്ലിക്ക് ചെയ്യുക, ഗാലറി പോവുക. ആ ഒരു ഫോട്ടോ തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമുക്ക് താഴത്തേത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻസി കുറക്കണം. അപ്പോൾ താഴെയുള്ള ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോവുക. അതിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻസി കുറച്ച് കൊടുക്കുക. ഒരു 50-60 അങ്ങനെയൊക്കെ നമുക്ക് കാണുമ്പോൾ ലുക്ക് തോന്നുന്ന രീതിയിൽ അതിൻ്റെ ഇത് കുറച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഡിസൈന് നമുക്ക് താഴെ വെച്ച് കൊടുക്കാം, മുകളിൽ വെച്ച് കൊടുക്കാം, സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെ ഏത് ഭാഗത്ത് വെച്ചാലാണ് ഭംഗി നോക്കുക. പിന്നെ ഞാൻ അതേ താഴെയുള്ള ഒരു പിക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ സൂം ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു വലുതാക്കിയിട്ടുള്ള ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഞാൻ വീണ്ടും ടെക്സ്റ്റിൽ പോവുകയാണ്. ടെക്സ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിക്കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എഴുതേണ്ടത് വെച്ചാൽ അത് എഴുതി കൊടുക്കുക. ഓക്കെ, ഇതിൽ ഒരൊറ്റ പിക്ക് നമുക്ക് മതി. ആ പിക്ക് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ട്രെൻഡി ലുക്ക് ആക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുകയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുക, കളർ ചേഞ്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതേ ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. പിന്നെ നമുക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലുക്കാക്കിയിട്ടൊക്കെ ഉള്ള ഫോണ്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കതിൻ്റെ പക്ഷേ ഈ ഒരു ഫോണ്ട് ഇതിലേക്കൊരു മാച്ച് ഇല്ല കേട്ടോ, നമുക്ക് മാറ്റാം. ആദ്യം നമുക്ക് ഫോണ്ടിൽ പോവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വലുതാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് സെറ്റാണ് കേട്ടോ. ഇനി നമുക്കിത് സേവ് ആക്കാം. മുകളിൽ കാണുന്ന താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ സേവ് ആവും കേട്ടോ. ഇനി നമുക്കിത് ഏത് സൈസിലോട്ടാണ് വേണ്ടതെങ്കിൽ അതിലോട്ട് മാറ്റണം. ക്യാൻവയിൽ പോയിട്ട് ഇപ്പോൾ A4 ആണ് വേണ്ടെങ്കിൽ A4ലേക്ക് മാറ്റണം, A5 വേണ്ടെങ്കിൽ A5 മാറ്റണം. അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബാക്കിലോട്ട് പോവുകയാണ് നമുക്ക് സൈസ് എടുക്കാൻ വേണ്ടിയിട്ട്.
ഓക്കെ. എന്നിട്ട് ഇത് സെർച്ച് ബാറിൽ ഞാൻ A4ലാണ് ചെയ്യുന്നത്. A4 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. താഴെ ഉണ്ടാവും, അതിൽ പോവുക, ബ്ലാങ്ക് പേജ് എടുക്കാം. ബ്ലാങ്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ബ്ലാങ്ക് അല്ലാത്ത ഒരു പിക്ക് എടുക്കുക, അതുപോലെയുള്ള കളർ പിക്കുകൾ എടുക്കുക. എന്നിട്ട് അതിൽ ഓരോ ടെക്സ്റ്റും എലമെൻസും ഡിലീറ്റ് ആക്കിയിട്ട് ഫോട്ടോ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ബ്ലാങ്കിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ പോവുക, ഗാലറി പോവുക, നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പിക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് മുകളിലാക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ ഈ ടെക്സ്റ്റ് കാണുള്ളൂ. കാരണം A4 സൈസും പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്തതും ഡിഫറെൻറ്റ് സൈസാണ്. സോ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സെൻറ്ററിലോട്ട് വരുന്ന രീതിയിൽ വേണം നമ്മുടെ ഇപ്പോൾ എന്ത് കൊടുക്കുകയാണെങ്കിലും ടെക്സ്റ്റ് ആയാലും ഫോട്ടോ ആയാലും ഒക്കെ അങ്ങനെ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് സേവ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നിങ്ങളിതൊന്ന് ചെയ്ത് കാണിച്ചു തരുമോ, എന്ന വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ മാക്സിമം എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്രാഫ്റ്റിനോട് ഇഷ്ടമുള്ളവർക്ക് മാത്രം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ, ടേക്ക് കെയർ.